ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനിക്സ് ടെക്നോളജി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കുറച്ച് കുട്ടികളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് തന്നാൽ അവരുടെ ഫൈനൽ മാർക്സ് നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ഒരു കോഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കോഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ കോഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ടാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 10 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരുടെ ഫീച്ചേഴ്സ് ആയ സ്റ്റഡി അവേഴ്സ്, എത്ര മണിക്കൂർ പഠിക്കുന്നു, അവരുടെ അറ്റൻഡൻസ്, അവരുടെ പ്രീവിയസ് എക്സാം മാർക്സ്, അസൈൻമെന്റ്സ് മാർക്ക്, ഇന്റർനെറ്റ് ടെസ്റ്റ്, ഫൈനൽ മാർക്സ്, ഇതൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്തെടുത്ത ഡേറ്റാ സെറ്റ്. ഈ ഡേറ്റയെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ടേബിൾ ഫോർമാറ്റിലാക്കിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി ഈ കിട്ടിയ ഡേറ്റയിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടും വൈ എന്ന് പറയുന്നത് നമുക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ടുമാണ്. ഇനി നമ്മൾ ഇങ്ങനെ കിട്ടിയ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ ടേബിൾ ഫോർമാറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ വാല്യൂസ് എല്ലാം അല്ലെങ്കിൽ ഈ മാർക്സ് എല്ലാം നമുക്ക് എന്താ ഡിഫറെന്റ് സ്കെയിൽസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ നോർമലൈസ് ചെയ്ത് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്സിന് കൺഫ്യൂസ് ആക്കുന്ന ഘട്ടത്തിൽ നമ്മൾ നോർമലൈസ് ചെയ്ത് എടുത്ത് ഈ വാല്യൂസിനെ എല്ലാം ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ നോർമലൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ ഈ കിട്ടിയ ഡേറ്റയെ ട്രെയിനിങ് ഡേറ്റ ആണ് ടെസ്റ്റിംഗ് ഡേറ്റ ആണ് എന്ത് ചെയ്യും, നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, ട്രെയിനിങ് ഡേറ്റ ടെസ്റ്റിംഗ് ഡേറ്റ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇനി കിട്ടിയ ഡേറ്റ 80% ഡേറ്റ ട്രെയിനിങ് ഡേറ്റ ആയിരിക്കും, 20% ഡേറ്റ എന്തായിരിക്കും, ടെസ്റ്റിംഗ് ഡേറ്റ ആയിരിക്കും. നമുക്ക് ലേൺ ചെയ്യാനുള്ള ഒരു മോഡലിനെ നമുക്ക് തരുന്ന ട്രെയിനിങ് പ്രോസസ് ആയിരിക്കും. നമുക്ക് നമ്മൾ ഔട്ട്പുട്ടിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റിംഗ് ഡേറ്റയെ പ്രോസസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഔട്ട്പുട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം, നമ്മൾ കിട്ടിയ ഡേറ്റയെ നമ്മൾ എന്താകും, പൈടോർച്ചിനെ ടെൻസേഴ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ പൈടോർച്ച് ടെൻസേഴ്സ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിന് ഇത് മനസ്സിലാക്കാം. നമുക്ക് കിട്ടിയ മാർക്സ് ഒക്കെ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് മനസ്സിലാക്കി നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് തരാം. അപ്പൊ ഇത് പൈടോർച്ച് വഴി ടെൻസറി കൊടുത്താൽ മാത്രമേ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിന്റെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ട്രാൻസ്ഫോമർ മോഡൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്ഫോമർ മോഡൽ. ട്രാൻസ്ഫോമർ മോഡൽ എന്ന് പറയുമ്പോൾ അതിന് മെയിൻ ആയിട്ട് ലേയേഴ്സ് വരും, എംബഡിംഗ് ലെയർ വരും, ട്രാൻസ്ഫോമർ എൻകോഡർ വരും, പിന്നെ ഫൈനൽ ഔട്ട്പുട്ട് ലെയർ വരും. നമുക്കൊരു ഫോർവേഡ് പാസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ട്രാൻസ്ഫോമർ മോഡലിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ലെയർ അനലൈസ് ചെയ്ത് നമ്മൾ അതിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ലോസ് ഫംഗ്ഷൻ കാൽക്കുലേഷൻ ആണ്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോസ് ഫംഗ്ഷൻ കാൽക്കുലേഷൻ ആണ് വരുന്നത്. എന്താ നമ്മൾ ലോസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എത്ര ലോസ് കുറയുന്നതോറും നമ്മുടെ സിസ്റ്റത്തിൽ ബെറ്റർ ആയിട്ട് അതിനെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ മീൻ സ്ക്വയർഡ് എറർ MSE ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് നമ്മുടെ ലോസിനെ എത്രത്തോളം നമുക്ക് കുറച്ച് നമുക്ക് എഫക്റ്റീവ് ആയിട്ടൊരു ഔട്ട്പുട്ട് കിട്ടാൻ നമുക്ക് പറ്റുമെന്നുള്ള നമ്മൾ നോക്കുക. അതായത് ലോസ് കുറഞ്ഞാലേ നമുക്ക് ബെറ്റർ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ലോസിനെ കുറയ്ക്കാൻ നമ്മൾ ഒപ്റ്റിമൈസർ വെച്ച് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അടുത്തത് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ലൂപ്പ്. എന്താ ട്രെയിനിങ് ലൂപ്പിൽ നമ്മൾ 200 കംപ്ലീറ്റ് പാസ് ഓവർ ഡേറ്റ നമ്മൾ ചെയ്യുന്നുണ്ട്. 200 കംപ്ലീറ്റ് പാസ് ഓവർ ഡേറ്റ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ട്രെയിനിങ് ലൂപ്പിലും കംപ്ലീറ്റ് പാസ് ഓവർ ഡേറ്റ നമുക്ക് ഔട്ട്പുട്ട്സ് അവിടെ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, എത്ര ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വരുന്നെന്ന്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് ലൂപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷൻ ട്രെയിനിങ് ലൂപ്പ് സെക്ഷനിലാണ് നമ്മൾ ഫോർവേഡ് പാസ് ചെയ്യുന്നതും ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ബാക്ക് പ്രൊപ്പഗേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അപ്ഡേറ്റ് വെയിറ്റ്സ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്ത് ഓരോ എപ്പോഴും ഓരോ കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്ക് എത്ര വാല്യൂ വരും നമുക്കത് ഔട്ട്പുട്ടിൽ നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണാൻ സാധിക്കും. അതിനാണ് നമ്മളിവിടെ പ്രിന്റ് എപ്പോഴും കൊടുത്തിരിക്കുന്നത്. കാരണം ലോസും കാണിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നതാണ് പ്രഡിക്ഷൻ. നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എത്ര മാർക്ക് സ്റ്റുഡന്റിന് കിട്ടുമോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. നമ്മുടെ ഫൈനൽ എക്സാം നമ്മൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ച് നമ്മുടെ കുട്ടിക്ക് എത്ര മാർക്ക് വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചാൽ. അപ്പൊ അത് പ്രിന്റ് ചെയ്ത് വരാൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫൈനൽ പ്രഡിക്ഷൻ ഔട്ട്പുട്ട് എന്താ വരുന്നത് നമുക്ക് റൺ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, നമ്മുടെ കോഡ് റൺ ആവുകയാണ്. ഓരോ ടെസ്റ്റിംഗ് ഡേറ്റ ഓരോ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ കാണിക്കും. കണ്ടോ, എപ്പോൾ 0 ലോസ് എത്ര വരുന്നത്, അങ്ങനെ ഓരോ ഡേറ്റയും കാണിച്ചു. ലാസ്റ്റ് ടെൻസറിൽ നമ്മുടെ മാർക്സ് കാണിച്ചു. കണ്ടോ, ഇവിടെ നമുക്ക് 2 മാർക്സ് ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ നമ്മൾ പറഞ്ഞിരുന്നത്. കണ്ടോ, ഫസ്റ്റ് മാർക്ക് 77.7543 നെക്സ്റ്റ് മാർക്ക് 53.9194 നമ്മൾ കൊടുത്ത ഫീച്ചേഴ്സ് വെച്ച് പ്രെഡിക്റ്റ് ആയിട്ടുള്ള മാർക്ക്. പിന്നെ ഇവിടെ മുകളിൽ ഓരോ ട്രെയിനിങ് സെക്ഷൻ കംപ്ലീറ്റ് ആയപ്പോഴുള്ള ഔട്ട്പുട്ട്സ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോഴും ലോസും കാണിച്ചിട്ടുണ്ട്. ലോസ് കുറയുമ്പോൾ നമ്മുടെ ആക്യുറസി ഇൻക്രീസ് ചെയ്യില്ലേ, ബെറ്റർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാൻ സാധിക്കും.
നമ്മൾ ലോസ് കുറയ്ക്കാൻ വേണ്ടി വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യും. നമുക്ക് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ മാർക്ക് പ്രിഡിക്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. മാനുവലിയാണ് സാധാരണ സ്കൂളുകളും കോളേജുകളും ഒക്കെ മാർക്ക് പ്രിഡിക്ട്, നമ്മുടെ സ്കൂളിൽ ഇത്ര ശതമാനം വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഓരോ എക്സാം കഴിയുന്നതോറും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് ഇങ്ങനെ പറയത്തില്ല അല്ലെ, ആ സ്കൂളിൽ എത്ര ശതമാനം റിസൾട്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറയത്തില്ല. അപ്പൊ മാനുവലി അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാതെ നമുക്ക് ഏത് ഹെൽപ്പോടെ വളരെ ഈസി ആയിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.